എല്ലാ പ്രേക്ഷകർക്കും ഷോണൂർ ജംഗ്ഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ എങ്ങനെ നല്ലൊരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് എത്താം എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഓസടാ, നമ്മളൊരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആവുന്നതിനെ കുറിച്ചിട്ട് പുതിയ ഒത്തിരി ആളുകൾ ഈ മേഖലയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെയൊക്കെ ഇത്രത്തെ കാലത്ത് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചാണ്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എങ്ങനെയാണ് അതിനെ കുറിച്ച് വരാൻ താല്പര്യമുള്ളവർക്ക് ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവരെങ്ങനെ എത്തപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഈ ചെറിയൊരു ഇതുകൊണ്ട് എത്രത്തോളം ആവും നമുക്കത് പറയാൻ കഴിയില്ല. ഡബിങ് ആർട്ടിസ്റ്റ് ആവാൻ മോഹമുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം നമ്മൾ സ്റ്റുഡിയോയിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ എല്ലാ സ്റ്റുഡിയോയിലും കാണാറുണ്ട്. നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരാറുണ്ട്. ഡബ് ചെയ്യണം, നല്ല വോയിസ് ആണ്, ഡബ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. പക്ഷെ നമ്മൾ അവരെ കൊണ്ട് ഡബ് ചെയ്യിച്ച് നോക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അവർ സൗണ്ടൊക്കെ നല്ലതാണ്. പക്ഷെ അവർക്ക് പറ്റുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഒരു ഘടകമാണ്. ആ ഒരു ഡബ്ബിങ് എക്സ്പീരിയൻസ് കിട്ടുന്നതിന് നമ്മൾ ഡബ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. ആ ഡബ് ചെയ്ത് പഠിക്കണമെങ്കിലോ ഇതേപോലെ അവസരം തേടി വരുന്നവർക്ക് എല്ലാവർക്കും അവസരം കൊടുക്കുകയും വേണം. അല്ല, അതിനകത്ത് ഒരു പുതിയ ഒരാളെ സംബന്ധിച്ച് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണ്. അവിടെയാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഒരു പുതിയ ഒരാൾക്ക് എങ്ങനെ എക്സ്പീരിയൻസ് കിട്ടും? നമുക്ക് ഒരു ഡ്രൈവിംഗ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മളെ സുഹൃത്തിന്റെ വണ്ടി വാങ്ങി നമുക്ക് ഓടിച്ച് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോലിയാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് എടുക്കാം. തമാശ രൂപത്തിൽ പറയാറുണ്ട്, ഒരു ജോലി തന്നെങ്കിലല്ലേ എനിക്ക് തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഡബിംഗ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചാൽ നമുക്കൊരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആവാൻ പറ്റില്ല. അതായത് നമ്മളെ കൊണ്ട് മറ്റൊരാൾ ഡബ് ചെയ്യിക്കണം. അങ്ങനെ ഡബ് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ്, നമുക്കൊന്നും വീട്ടിലിരുന്നിട്ടൊന്നും ഡബ് ചെയ്ത എക്സ്പീരിയൻസ് നേടാൻ പറ്റുന്ന ഒരു സാധനമല്ല. കാരണം അതൊന്നും പ്രാവർത്തികമല്ല. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഡബിംഗ് നടക്കുന്ന സ്റ്റുഡിയോകളിൽ പോയി അവിടെ പോയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോ നമ്മൾ രാവിലെ ഞാൻ പോയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ച ഒരു സ്റ്റുഡിയോ കയറി ചെന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യലൊന്നും നടക്കില്ല. പ്രോജക്റ്റ് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ കഥാപാത്രത്തിന്റെ ഇടയിൽ പുതിയൊരാൾ വന്ന് കയറുമ്പോൾ അവരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന ഡബിംഗ് ഡയറക്ടർക്കും എഞ്ചിനീയർക്കും ഒക്കെ താല്പര്യമുണ്ടാകും. പുതിയ വോയിസ് വേണം. ഇന്ന് മലയാള സിനിമയിലും സീരിയൽ രംഗത്തും പരസ്യ രംഗത്തും ഒക്കെ ഒരുപാട് പുതിയ വോയിസുകൾക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് വലിയ ഘടകമാവുന്ന കാരണം ഈ പ്രോജക്റ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവർക്ക് ചെറിയ റോളുകൾ, ചെറിയ ബിറ്റുകൾ. അതെ. അപ്പൊ അതിനാണ് ഞാൻ പറയുന്നത്, ഒരു പുതിയ ഡബിംഗ് ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ നാട്ടിലോ അല്ലെങ്കിൽ മറ്റ് ടൗണുകളിലോ ഉള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോസിനെ കണ്ടെത്തുക. അത് ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി റെക്കോർഡിംഗ് സ്റ്റുഡിയോസിന്റെ അഡ്രസ്സ് കിട്ടും, ഫോൺ നമ്പർ കിട്ടും. നമ്മൾ ഫോണിൽ വിളിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് ചെല്ലുക. ഇപ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോ നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ കൊച്ചിയിലോ അല്ലെങ്കിൽ തൃശ്ശൂരോ തിരുവനന്തപുരത്തോ കോഴിക്കോടോ എവിടെയുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് ഒത്തിരി ഉണ്ട്. അവിടെ നിങ്ങൾ നേരിട്ട് ചെല്ലുക. നേരിട്ട് ചെന്നിട്ട് അവരോട് സംസാരിക്കുക. ഞാനിങ്ങനെ അത്യാവശ്യം എനിക്ക് ഡബ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളൊരു 10 സ്റ്റുഡിയോസിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു 5 സ്റ്റുഡിയോസ് എങ്കിലും അവരെന്ത് പറയും, ജസ്റ്റ് നിങ്ങളുടെ വോയിസ് ഒന്ന് നോക്കാമെന്ന് പറയും. ഒരു പക്ഷേ എല്ലാ സ്റ്റുഡിയോസിലും നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളോട് വോയിസ് ടെസ്റ്റ് എടുക്കാമെന്നൊന്നും പറയില്ല. അപ്പോൾ ഒരു 5 സ്റ്റുഡിയോസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വോയിസ് സാമ്പിൾസ് കൊടുക്കുക, അല്ലേ? നമ്മൾ അങ്ങനെ വോയിസ്, അതാണ് ഇതിന്റെ ഒരു വഴി എന്ന് പറയുന്നത്. അതാണ്, അല്ലെ? നമ്മൾ അവിടെ ചെല്ലുന്നു, നമ്മൾ വോയിസ് ടെസ്റ്റ് കൊടുക്കുന്നു. ഈ വോയിസ് ടെസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്, അല്ലെ? നമ്മളൊരു സ്റ്റുഡിയോസിൽ ചെല്ലുമ്പോൾ ഈ പുതിയ ആൾക്കാർക്ക് ആ ഒരു മര്യാദ എന്താണ് അതും കൂടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇവരെങ്ങനെയാണ് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ പെരുമാറേണ്ടത്, അത് വലിയൊരു ഘടകമാണ്. ഒരു സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ അല്ലെങ്കിൽ അതിന്റെ പടത്തിന്റെ എഞ്ചിനീയർ ഉണ്ടാവാം, അതിന്റെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന പലരും ഉണ്ടാവാം. അപ്പൊ അവരോട് ചെന്ന് പെരുമാറുന്ന രീതികളൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പൊ നമ്മൾ ഇത് കൂടി അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ബോസേട്ടാ. കാരണം എന്ന് വെച്ചാൽ ഒരു പുതിയൊരു ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്, അത് മെയിൽ ഓർ ഫീമെയിൽ, അവരൊരു സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പാലിക്കുന്ന, സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റുഡിയോയിൽ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. സ്റ്റുഡിയോയിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പല ആളുകൾക്കും ഇന്നൊരു തെറ്റായ ധാരണയുണ്ട്. എന്താണ് സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ പാലിക്കേണ്ട മര്യാദ എന്നുള്ള അതിലെ ഒന്നാമത്തെ മര്യാദ എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു സ്റ്റുഡിയോയിൽ ചെല്ലുകയാണെങ്കിലും പാദരക്ഷകൾ പുറത്തഴിച്ചു വെക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രത്യേകിച്ച് സ്റ്റുഡിയോ എന്ന് പറയുന്നത്, സ്റ്റുഡിയോന്റെ എൻട്രൻസിൽ തന്നെ, നമ്മൾ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ചെരുപ്പ് അഴിച്ചു വെക്കുക എന്ന് പറയുന്നത് നമ്മളൊരു മര്യാദയാണ്. അത് ഏറ്റവും ഒരു ഡബിംഗ് ആർട്ടിസ്റ്റിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളവിടെ ചെരുപ്പ് പുറത്ത് ഊരി വെക്കുക എന്നുള്ളത് പിന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സാധനം. പിന്നെ നമ്മൾ സ്റ്റുഡിയോയ്ക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ നിശബ്ദനാവുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശബ്ദവുമായി ബന്ധപ്പെട്ട വർക്കുകൾ നടക്കുന്ന സ്ഥലത്ത് നമ്മൾ കയറി ചെന്ന് 2-3 ആളുകൾ കയറി ചെന്ന് വള വർത്താനം പറയുക എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കുകയുള്ളൂ, 100% ഉറപ്പാണ്. അവിടെ നമ്മൾ നിശബ്ദത പാലിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, അല്ലേ? അടുത്തൊരു ഘടകത്തെ കുറിച്ച് പറഞ്ഞോളൂ. പിന്നെ നമ്മൾ മൊബൈൽ ഫോൺ സൈലന്റ് ആക്കുക എന്നുള്ളതാണ്. മൊബൈൽ ഫോൺ സൈലന്റ് ആക്കാണ്ട് ഒരു സ്റ്റുഡിയോയുടെ അകത്തേക്ക് പ്രവേശിക്കരുത്. തീർച്ചയായിട്ടും. ഇനി ഒരു കോൾ വന്നാൽ തന്നെ
പുറത്തു പോയി സംസാരിക്കുക. ഈ കൺസോൾ ഇത് ഈ ഇരിക്കുന്ന ഭാഗമാണ് കൺസോൾഡ്. ഇവിടുന്ന് ഈ മൈക്ക് കാണാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല. ഈ മൈക്കിലൂടെ അപ്പുറത്തൊരു ആർട്ടിസ്റ്റ് ഉണ്ടാവും. നമ്മളിവിടെ വന്നിട്ട് ഒരു ചാൻസ് ചോദിച്ച് വരുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇവിടെ പറയുന്ന ഡിസ്റ്റർബൻസ് ഒരു കാരണവശാലും ഇത് കൂടി ക്യാച്ച് ചെയ്ത് അകത്തേക്ക് പോയിട്ട് അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. വരുന്ന കാര്യം വിനയത്തോടു കൂടി സംസാരിക്കുക. എനിക്ക് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആവാൻ താല്പര്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് വന്നതാണ്, അപ്പോൾ എനിക്കൊരു ചാൻസ് തരാമെന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഈ എഞ്ചിനീയേഴ്സ്, അവിടെ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാർ പറയും നിങ്ങളുടെ അപ്പോൾ ആർട്ടിസ്റ്റ് അകത്തുണ്ടെങ്കിൽ. പിന്നെ സ്റ്റുഡിയോയിൽ പാലിക്കേണ്ട അത്യാവശ്യം 1-2 കാര്യങ്ങൾ കൂടെ നമുക്ക് അതിനകത്ത് പറയാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു സ്റ്റുഡിയോയ്ക്ക് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുക. മൊബൈൽ മാക്സിമം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അത് ഓഫ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെന്നെങ്കിൽ നിങ്ങൾ അത് സൈലന്റ് മോഡിൽ ഇടുക. സ്റ്റുഡിയോയ്ക്കകത്ത് ഒരിക്കലും കൺസോളിനകത്തോ ബൂത്തിനകത്തോ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ബിഹേവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ അവരോട് സംസാരിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിലും നമ്മൾ അവരോട് പെരുമാറുന്ന രീതിയാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞങ്ങൾക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. ഇവിടെയും പല ആളുകൾ ചാൻസ് ചോദിച്ചു വരുമ്പോൾ അവരുടെ പെരുമാറ്റം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവർക്ക് ഇതിലൂടെ എത്രത്തോളം പാഷൻ ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്, ഇതൊരു പ്രധാനപ്പെട്ട. അത് നിങ്ങൾ ഏത് സ്റ്റുഡിയോയിൽ ചെന്നാലും അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. കാരണം വെച്ചാൽ നിങ്ങൾ മര്യാദയ്ക്ക് വളരെ മാന്യമായിട്ട് അവരോട് എപ്പോഴും ഒരു സർ എന്നുള്ളത് ചേർത്തിട്ട് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. അവിടെ ഇരിക്കുന്ന എഞ്ചിനീയർ ആണെങ്കിലും ശരി, നമ്മൾ അവർക്ക് ബഹുമാനം കൊടുക്കുക എന്നുള്ളത്. ചിലപ്പോൾ അത് നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളായിരിക്കാം, എഞ്ചിനീയർ ചിലപ്പോൾ ചെറുപ്പ ആളായിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ അവർക്കൊരു ബഹുമാനം കൊടുത്ത് അവർ സർ വളർത്തിയെടുക്കുക. അത് ഈ ഡബിങ് ഫീൽഡിൽ നല്ല എല്ലാ മേഖലയിലും, പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പറയുന്നു അത് ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ നിങ്ങൾ ഇത്തരത്തിലുള്ള സ്റ്റുഡിയോസിൽ പോകുന്നു, നിങ്ങൾ വോയിസ് സാമ്പിൾസ് കൊടുക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ എല്ലാവരും പറഞ്ഞത് എന്റെ നല്ല ശബ്ദമാണെന്ന് പറഞ്ഞിട്ടാണ്. ഈ എന്റെ നല്ല ശബ്ദമാണോ അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് അവിടെ ഇരിക്കുന്ന ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും. അല്ലാണ്ട് ഞാൻ വരുമ്പോൾ തന്നെ നിങ്ങൾ അത് പറയരുത് എന്റെ നല്ല സൗണ്ട് ആണെന്ന് പലരും പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കങ്ങനെ തോന്നി അതുകൊണ്ടാണ്. അങ്ങനെ പറയേ ചെയ്യരുത്. കാരണം ഒരു ആർട്ടിസ്റ്റ് ആണ് നമ്മൾ പോലും പറയാറില്ല നിങ്ങൾ ആരൊക്കെ എങ്ങനെ ചെയ്യും നോക്കാം, ശ്രമിക്കാം, അതേ ഇപ്പോഴും ഞങ്ങൾ പറയാറുള്ളൂ. പിന്നെ ശബ്ദത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പല ആളുകൾക്കും ഫീമെയിൽ വോയിസ് ആണെങ്കിലും മെയിൽ വോയിസ് ആണെങ്കിലും നല്ല ശബ്ദത്തിനുടമയാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അതെന്ന് പറയുന്നത് ഒരിക്കലും ഡബിങ്ങിനല്ല, നിങ്ങൾക്ക് അത് വോയിസ് ഓവേഴ്സിനോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിന്, നരേഷൻ, ഇപ്പൊ ചാനൽ വോയിസ് ഓവേഴ്സ് ചെയ്യുന്നതൊക്കെ നല്ല ശബ്ദത്തിനുടമകളാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് ആ ചാൻസ്. പക്ഷെ നിങ്ങൾ ഡബിങ്ങിലേക്ക് വരണമെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ല ശബ്ദം വേണമെന്നേയില്ല. അത് തന്നെ ആളുകളുടെ ഒരു മിഥ്യാധാരണയാണ്. കാരണം എല്ലാതരം വോയിസും ആവശ്യമാണ്. തീർച്ചയായിട്ടും ഒരു പോലീസുകാരന്റെ ശബ്ദം വേണം, അതിന്റെ പോലീസ് കോൺസ്റ്റബിൾ മുതൽ SI ഉണ്ട്, CI ഉണ്ട്, IG ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോലെ ഒരു കുടുംബത്തിൽ അച്ഛൻ വേണം, അമ്മ വേണം, അനിയൻ വേണം, അനിയത്തി വേണം, പണിക്കാരൻ വേണം, ഡ്രൈവർ വേണം. ഇവർക്കൊക്കെ എന്നാ പിന്നെ ഒരേ വോയിസ് കൊടുത്താൽ എങ്ങനെയാവും ശരിയാവും? എല്ലാ ക്യാരക്ടേഴ്സിനും വേണ്ടുന്ന സൗണ്ട്, എല്ലാതരം സൗണ്ടുകളും ആവശ്യമാണ്. അതെ, ഇപ്പൊ നമ്മള് ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആള് സ്റ്റുഡിയോസിൽ വോയിസ് നമ്മൾ കൊടുക്കുക എന്നുള്ളത് ഇപ്പൊ നമ്മൾ സംസാരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ സ്റ്റുഡിയോസിലൊക്കെ പോയി ഇങ്ങനെ അയ്യോ എനിക്ക് അതിനൊന്നും പറ്റില്ല എന്ന് പറയുന്ന ആളുകൾക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡബിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അതായത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഡബിംഗ് പഠിപ്പിക്കുന്ന ഒരു പരിപാടി ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പൊ നല്ല കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളതാണ് ഡബിംഗ് കോഴ്സുകൾ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. അതിപ്പോ എനിക്ക് തോന്നുന്നു കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, ഇത്തരത്തിലുള്ള എറണാകുളം, അതെ, പിന്നെ തൃശ്ശൂർ, ഇങ്ങനെ പല നഗരങ്ങളിലും ഇന്ന് ഡബിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പൊ ആ ഡബിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാം. അവിടെ സ്വാഭാവികമായിട്ടും 3 മാസ കോഴ്സ്, 6 മാസ കോഴ്സ്, അത്തരത്തിലുള്ള പിന്നെ ഓൺലൈൻ കോഴ്സുകൾ അടക്കം ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ ചേർന്ന് ഒരിക്കലും ഓൺലൈൻ കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് അല്ല, ഞാൻ അതിന്റെ ഉദാഹരണം പറഞ്ഞു നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. നടക്കുന്നുണ്ട്, പക്ഷെ സ്റ്റുഡിയോയിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് നേടിയെടുക്കാൻ പറ്റൂ. നമ്മൾ എത്ര വീട്ടിലിരുന്ന് പഠിക്കാൻ, നീന്തൽ പോസ്റ്റായിട്ട് പഠിക്കുന്നതിന്റെ തുല്യമായിരിക്കും അത്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റുഡിയോ താല്പര്യമുള്ളവരാണെങ്കിൽ, നിങ്ങൾ അതിന് പാഷൻ വെച്ച് പുലർത്തുന്നവരാണ്, എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത് കിട്ടാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തിരഞ്ഞെടുക്കുക. അവിടെ പോയിട്ട് ഒരു എക്സ്പീരിയൻസ്, അതായത് കുറച്ച് മാസങ്ങളെ ഉള്ളെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട്. അതെ, അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡബിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോവുക. അവിടെ പോയിട്ട് നിങ്ങൾക്ക് കുറെ കോൺഫിഡൻസ് കിട്ടും, നിങ്ങൾക്ക് ഡബ് ചെയ്യാൻ എങ്ങനെയാന്നുള്ളത് പഠിപ്പിച്ചു തരും. എന്നിട്ടും നിങ്ങൾക്കെല്ലാം പഠിച്ചിട്ടും നിങ്ങൾക്ക് വീട്ടിലിരിക്കുക എന്ന് പറയുന്നതല്ലാതെ നിങ്ങൾ വീണ്ടും സ്റ്റുഡിയോസിൽ പോകണം, സ്റ്റുഡിയോസിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ സ്റ്റുഡിയോസിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പാലിക്കേണ്ട കുറെ മര്യാദകളെ കുറിച്ച് പറഞ്ഞതിൽ 1-2 കാര്യം കൂടെ നമുക്ക് പറയാം. നിങ്ങൾ അവിടെ ചെന്നു, നിങ്ങളോട് പറയണം ശരി, നിങ്ങൾ ബൂത്തിനകത്ത് കയറും, നിങ്ങളുടെ വോയിസ് നോക്കാന്ന് പറയണം. നിങ്ങൾ ബൂത്ത്
ബൂത്തിൽ കയറിയാലും പാലിക്കേണ്ട ഒന്ന് രണ്ട് മര്യാദകളുണ്ട്. പല ആളുകൾക്കും അറിയാത്തത് കൊണ്ടാണ്, അല്ലാണ്ട് അവരാരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നിങ്ങൾ ബൂത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയായിരിക്കും, ബൂത്ത് എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത് ആ സ്ഥലത്തെയാണ് നമ്മൾ ബൂത്ത് എന്ന് പറയുന്നത്. എഞ്ചിനീയറും അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടറും എല്ലാം ഇരിക്കുന്നതാണ് കൺസോൾ എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് സ്റ്റുഡിയോ. അതെ, ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്നതാണ് ഞങ്ങൾ ഈ സ്റ്റുഡിയോയുടെ കൺസോൾ എന്ന് പറയുന്നത്. ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലാണ് ബൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൂത്തിനകത്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ബൂത്തിനകത്ത് മൈക്ക് ഉണ്ടായിരിക്കും, നിങ്ങൾക്കൊരു സ്ക്രീൻ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഹെഡ്സെറ്റ് ഉണ്ടായിരിക്കും. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബൂത്തിനകത്ത് ഉണ്ടാവുന്നത് അല്ലെ. അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ പാലിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതും കൂടെ ബോസായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കും. അതായത് അവിടെ കയറി കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ ആദ്യം പറഞ്ഞു, മൊബൈൽ ഫോൺ അകത്തേക്ക് കൊണ്ടുപോകാനേ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിൽ തീരുമാനം എടുക്കുക. ഒന്ന്. രണ്ടാമത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഹെഡ്സെറ്റ് എടുത്ത് വെക്കുന്നു. ആ ഹെഡ്സെറ്റ് എടുത്ത് വെക്കാൻ ലെഫ്റ്റും റൈറ്റും ഏതാണെന്ന് നോക്കിയിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാൻ. പിന്നെ നമ്മൾ ഇരുന്ന് കംഫർട്ട് ആയതിനു ശേഷം മാത്രം നമ്മുടെ മൈക്കിന്റെ പൊസിഷൻ നോക്കുക. അതൊരു പക്ഷേ എല്ലാ സ്റ്റുഡിയോസിലും ഇരുന്നോളന്നില്ല കേട്ടോ. ചില സ്റ്റുഡിയോസിൽ നിന്നിട്ട് ഡബ് ചെയ്യുന്നതായിരിക്കും. അതെ, ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കും. കംഫർട്ട് ആവുന്ന എങ്ങനെയാണോ ആ രീതി. ചിലപ്പോൾ നിന്നിട്ടായാലും ഇരുന്നിട്ടായാലും ചെയ്യുമ്പോൾ മൈക്കിന്റെ പൊസിഷൻ നോക്കുക. നമ്മൾ കറക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എഞ്ചിനീയർ കറക്റ്റ് ചെയ്ത് പോയതാണെങ്കിൽ നമുക്ക് തോന്നും കുറച്ചും കൂടി ഒന്ന് പൊക്കിയാൽ കൊള്ളാം, എനിക്ക് എൻ്റെ ലിപ്പും മൈക്കും തമ്മിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും മൈക്ക് പിടിച്ച് അവർ സ്വന്തമായിട്ട് താഴ്ത്താനോ പൊക്കാനോ പാടില്ല, അതിൽ തൊടാൻ പോലും പാടില്ല. മൈക്കിൽ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടോ നമുക്ക് കുഴപ്പങ്ങളുണ്ടെങ്കിൽ എഞ്ചിനീയറോട് പറയാം. നമ്മൾ ഇത് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ നേരിട്ട് കേൾക്കൊന്നുമില്ല. അത് കുറേ ആൾക്കാർക്ക് അങ്ങനെ പുതിയ ആൾക്കാരോട് പറയണം, പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആവുകൊണ്ട് പറയുകയാണ്. നമ്മൾ മൈക്കിലൂടെ പറഞ്ഞാൽ മാത്രമേ ഇവിടെ ഈ കൺസോളിൽ ഇരിക്കുന്ന ആൾക്ക് കേൾക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ അതിന് അകത്ത് കൂടി പറഞ്ഞാൽ ഒന്നും നമുക്ക് ഇങ്ങോട്ട് കേൾക്കില്ല. അപ്പോൾ ഈ മൈക്കിലൂടെ പറഞ്ഞാൽ സാർ ഈ മൈക്കിൻ്റെ പൊസിഷൻ ഒന്നും കൂടി ക്ലിയർ ചെയ്ത് തരണം, എനിക്ക് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഹെഡ്സെറ്റ് സൗണ്ട് ഒന്നും കൂടി കേൾക്കണം, എനിക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇത് നമ്മൾ തുറന്ന് പറയണം. പലരും പുതിയ ആൾക്കാർ ഇത് പറയാൻ മടിക്കും. അല്ല, അത് ബോസായിട്ട് അറിവില്ലായ്മ ഉണ്ട്. അവർക്ക് അവര് പ്രത്യേകിച്ച് ഒരു സ്റ്റുഡിയോയിൽ ചെന്ന ഒരു ബൂത്തിനകത്ത് ആദ്യം ഒരാൾ കയറുമ്പോൾ ഭയങ്കരമായിട്ട് പാനിക്കോ ടെൻസ്ഡ് ആവും. കാരണം അവർക്ക് ഇത് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ ബൂത്തിനകത്ത് കയറുക, നിങ്ങൾക്ക് മൈക്ക് ഹൈറ്റോ താത്തണോ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയർ, അതായത് സൗണ്ട് എഞ്ചിനീയർ അവിടെ വരികയും നിങ്ങൾക്ക് കറക്റ്റ് ഹൈറ്റിൽ വെച്ച് തരികയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെ സ്ക്രീനിൽ അതനുസരിച്ച് നിങ്ങൾ ഡബ് ചെയ്യുന്നു. പിന്നെ പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റാണ്, നിങ്ങൾ ഇത് ഡബ് ചെയ്യൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡ്സെറ്റ് നിങ്ങളൊരു ഊരുന്നൊരു പതിവുണ്ട്. ഈ ഹെഡ്സെറ്റ് ഊരിയിട്ട് എല്ലാവരും ഈ ഹെഡ്സെറ്റ് ഒരു സൈഡ് ഊരിയിട്ട് നേരെ മൈക്കുമ്പിൽ കൊണ്ടുപോയിട്ട് വെക്കുന്ന ഒരു പരിപാടി. നിങ്ങൾ അത് ഒരിക്കലും ചെയ്ത് അത് നിങ്ങളുടെ പ്രൊഫഷണലിസത്തെ ബാധിക്കുന്ന ഒരു സാധനമാണ്. കാരണം വെച്ചാൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എഞ്ചിനീയർ നിങ്ങളെ എന്തായാലും തെറി പറയുന്നുള്ള 100% ഉറപ്പാണ്. കാരണം ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മൈക്കായിരിക്കും പല സ്റ്റുഡിയോസിൽ ഇരിക്കുന്നുണ്ടാവുക. ആ മൈക്കിന്റെ സ്റ്റാൻഡിന്റെ മുകളിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഹെഡ്സെറ്റ് വെക്കരുത്. ഹെഡ്സെറ്റ് വെക്കാനായിട്ട് അവിടെ ഒരു സ്പോട്ട് ഉണ്ടാവും. എവിടെയെങ്കിലും നമുക്ക് ഹെഡ്സെറ്റ് വെക്കാനായിട്ട് ഒരു സ്ഥലം ഉണ്ടാവും. അത് നിങ്ങൾ നോക്കുക, എവിടെയാണ് ഹെഡ്സെറ്റ് വെക്കേണ്ട സ്ഥലം. അവിടെ നിങ്ങൾ അത് വെക്കുന്നത് കണ്ടാൽ തന്നെ ഇവിടെ കൺസോളിൽ ഇരിക്കുന്ന എഞ്ചിനീയർ നിങ്ങളുടെ ഭാഗത്ത് ഇയാളൊരു പ്രൊഫഷണലിസം ഉള്ള ആളാണെന്നുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലാവും. അപ്പം ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് നിങ്ങൾ ബൂത്തിനകത്ത് ശ്രദ്ധിക്കുക. പിന്നെ ബൂത്തിനകത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരോട് പറഞ്ഞ്, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അദ്ദേഹത്തെ വിളിച്ച് ബുദ്ധിമുട്ടിക്കായിരിക്കും. സാർ എന്തായി, ഞാൻ ഇന്നലെ വോയിസ് എടുത്തിരുന്നല്ലോ സാർ, അത് നോക്കി. ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യരുത്. കാരണം വെച്ചാൽ അവർ ഒത്തിരി ജോലിയുടെ ഇടയിൽ നിങ്ങൾ വീണ്ടും വിളിക്കുമ്പോൾ അത് നിങ്ങളെ അവർ വിളിക്കാനുള്ള ഒരു ടെൻഡൻസി കുറയ്ക്കുകയാണ് ചെയ്യുക. നിങ്ങളുടെ വോയിസ് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്തായാലും നിങ്ങളെ വിളിക്കും. നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവരെന്തായാലും നിങ്ങളെ വിളിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവരെ വിളിച്ച് വല്ലാതെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങളൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് മാറാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഈ ബൂത്തിനകത്ത് കാര്യം ഒന്നുകൂടി പറഞ്ഞ അവസാനിപ്പിക്കാത്തത്, കാരണം AC ഉണ്ടാവും, എല്ലാ ബൂത്തിനും AC ഉണ്ടായിരിക്കും. അതിൻ്റെ റിമോട്ടും അവിടെ തന്നെ ആയിരിക്കും കുറെ. ഇത് നിങ്ങൾ ചൂടുണ്ടെങ്കിൽ പോലും എഞ്ചിനീയറുടെ സമ്മതമില്ലാതെ പ്രവർത്തിപ്പിക്കരുത്. കാരണം നിങ്ങൾ AC ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല, അതിൻ്റെ നോയ്സ് കയറുന്ന റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ടാവും. ചിലപ്പോൾ മിക്സിംഗ് ടൈമിലാവും അതറിയാം. അതുകൊണ്ട് AC ഉപയോഗം എഞ്ചിനീയറോടുള്ള സമ്മതത്തോടു കൂടി അല്ലാതെ ബൂത്തിനകത്ത് AC പ്രവർത്തിപ്പിക്കാൻ. അതെ, അത് നിങ്ങൾക്ക് റിമോട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ, ചില സ്റ്റുഡിയോസിലാണെന്നുണ്ടെങ്കിൽ അത് എഞ്ചിനീയർ ആയിരിക്കും അത് കൺട്രോൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില സ്റ്റുഡിയോസിനകത്ത് AC-യും റിമോട്ടും അതിന്റെ കൺട്രോൾ അവിടെ കയറുന്ന ആർട്ടിസ്റ്റിന് തന്നെ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് AC, അല്ലെങ്കിൽ നമ്മൾ AC വല്ലാണ്ട് ചൂടുമ്പോൾ AC ഇടുന്നുണ്ടെന്നുള്ള എഞ്ചിനീയറോട് പറയുക. പറഞ്ഞതിന് ശേഷം മാത്രം AC ഇടുക. വീണ്ടും നമ്മൾ ടേക്കിലേക്ക് പോകുമ്പോൾ അത് ഓഫ് ചെയ്തു എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ ഡബിങ് തുടരുക. ഇങ്ങനത്തെ കുറച്ച് ബേസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റും. അതുപോലെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും പറഞ്ഞോളൂ. കാരണം ഈ പുതിയ ആൾക്കാർ വരുമ്പോൾ സംഭവം ശരിയാണ്, ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് അതിനുള്ള പേയ്മെന്റും കാര്യങ്ങളും അതിനുള്ള അസോസിയേഷൻ കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ പലരും വന്ന് നമ്മളൊരു ബിറ്റ് ഡയലോഗ് കൊടുത്ത് 2 കൊടുത്ത് 3 കൊടുത്ത്, അപ്പോൾ പലപ്പോഴും അവർ ചെറിയ ചെറിയതിന് കൊടുത്ത് നമ്മൾ ചിലപ്പോൾ
പേയ്മെന്റ് കൊടുത്തു എന്ന് വരാൻ, ചിലപ്പോൾ കൊടുക്കാതിരിക്കാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പല സ്റ്റുഡിയോകളും ചെയ്യുന്നത്. അവർ പതുക്കെ പതുക്കെ അവർക്ക് ഇതൊക്കെ മടി മാറി ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ട്. പക്ഷേ 2 or 3 പ്രാവശ്യം ചെറിയ ബിറ്റും ചെറിയ കാര്യങ്ങളും ചെയ്ത് കൊടുത്തു വരുമ്പോൾ സാർ പേയ്മെന്റ് അത് ബോസേട്ട പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ 1 or 2 ബിറ്റ് വോയിസ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഒരു മെയിൽ ആവട്ടെ ഫീമെയിൽ ആവട്ടെ അവരുടെ മനസ്സിൽ തോന്നുന്നത് ഞാൻ വലിയൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയി എന്നുള്ളത്. പിന്നെ അവരുടെ ചിന്ത എന്ന് പറയുന്നത് എനിക്ക് പേയ്മെന്റ്, അവരൊക്കെ ചിന്തിക്കുന്നത് ഡബിങ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് രൂപ പേയ്മെന്റ് വാങ്ങിക്കുന്ന ആളുകളാണെന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇവർ ചിന്തിക്കുകയാണ് എനിക്ക് പേയ്മെന്റ്. പക്ഷെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഇത്രയും കാലത്ത് ഞങ്ങളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങളൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് ഫീൽഡിലേക്ക് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പേയ്മെന്റിന്റെ കാര്യത്തിൽ വാശി പിടിക്കരുത്. നിങ്ങൾ ഫീൽഡിൽ നിന്ന് നിങ്ങളുടെ ശബ്ദം മറ്റുള്ളവർക്ക് ആവശ്യമായി വരുമ്പോൾ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ പേയ്മെന്റിനെ കുറിച്ച്, കാരണം ഇതൊരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്ന പറയുന്ന ഒരിക്കലും നിങ്ങൾ പേയ്മെന്റിനെ കുറിച്ച് സംസാരിക്കുകയാണെന്ന് നിങ്ങളെ വിളിക്കുന്ന ആളുകൾ ഒരിക്കലും നിങ്ങളെ വിളിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പുറത്ത് ഒരുപാട് ആളുകൾ, ഒത്തിരി ആളുകൾ. അത് മാത്രമല്ല, പുതിയൊരു ആളെ വെച്ച് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, പുതിയൊരു ആളെ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരുപാട് പരിമിതികളുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് ഉള്ള ക്യാഷ് കൊടുത്തിട്ട് ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് നമ്മൾ ചെയ്യിക്കുമ്പോൾ ആ ആർട്ടിസ്റ്റ് ചെയ്തു പോകുന്നത് ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് പോകുന്നത് ഇവിടെ ഒരു 5 മണിക്കൂർ ഇരുന്നാലും ആ വർക്ക് തീരുകയുമില്ല. ആ വർക്ക് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് ഈ ആർട്ടിസ്റ്റിനെ തന്നെ വിളിച്ച് ചെയ്യിക്കേണ്ടതായിട്ടും വരും. അതെ, നിങ്ങളെ വിളിച്ച് പുതിയ ഒരാളെ വിളിച്ച് ഒരു സ്റ്റുഡിയോക്കാരൻ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് വലിയൊരു പുണ്യമായിട്ട് കാണണം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ചാൻസ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വലിയൊരു പുണ്യമായിട്ട് കാണണം. കാരണം വെച്ചാൽ നിങ്ങൾ നല്ല ഡബിങ് ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ ഡബ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആവാൻ പറ്റുകയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് സ്റ്റുഡിയോസിൽ പോയിട്ട് നിങ്ങൾക്ക് ചാൻസസ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഡബിങ് ഫീൽഡിലേക്ക് വരാം. പിന്നെ പറഞ്ഞു നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഫീൽഡിലേക്ക് വരാം. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഡബിങ് ഫീൽഡിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ 1 or 2 സിനിമകളൊക്കെ അവിടെ ഇവിടേക്ക് ചെറിയ സാധനങ്ങളൊക്കെ ചെയ്ത ഒരു ആളാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഒരു പടം ചെയ്തു 2 പടം ചെയ്തു സിനിമകളൊക്കെ ചെയ്ത് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫെഫ്ക എന്ന് പറയുന്ന മലയാള സിനിമയുടെ സംഘടനയുണ്ട് ഫെഫ്ക എന്ന് പറയുന്നത്. അപ്പോൾ ഫെഫ്കയുടെ കീഴിൽ ഡബിങ് ആർട്ടിസ്റ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു യൂണിയൻ ഉണ്ട്. ആ യൂണിയന്റെ കീഴിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മലയാള സിനിമയ്ക്കകത്ത് ഡബ് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ഡബ് ചെയ്യാം. അതായത് മലയാള സിനിമയിൽ നിങ്ങൾക്ക് ഡബ് ചെയ്യണമെങ്കിൽ, നേരത്തെ ഞങ്ങൾ പറഞ്ഞത് സീരിയൽ ആവാം, അല്ലെങ്കിൽ മൊഴിമാല സിനിമകളാവാം, പരസ്യങ്ങളാവാം, വെബ് സീരീസ് ആവാം, ഇതിനെ കുറിച്ചൊക്കെയാണ് നേരത്തെ നമ്മൾ സംസാരിച്ചത്. നിങ്ങൾക്കൊരു മലയാള സിനിമയിൽ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ ഫെഫ്കയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കണം. ഈ ഫെഫ്കയിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറയുന്നെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു 3 സിനിമയെങ്കിലും മിനിമം ഡബ് ചെയ്തതിനു ശേഷം ആ 3 സിനിമ ഡബ് ചെയ്തതിനു ശേഷം ആ ഡയറക്ടറുടെ ലെറ്റർ വെച്ചിട്ട് നിങ്ങൾ ഫെഫ്കയിലേക്ക് അപേക്ഷ കൊടുക്കണം. ഞാനിങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന്റെ സാക്ഷ്യപ്പെടുത്തുന്ന ഒപ്പ് ഡയറക്ടർ കയ്യുന്നത് സാക്ഷ്യപത്രം വാങ്ങി ഫെഫ്കയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അതിന് പിന്നെ ഓഡിഷൻ ഫെഫ്കയിലേക്ക് ഇതുവരെ എങ്ങനെയായിരുന്നു വെച്ചാൽ അങ്ങനെ ഒരു ഈ 3 ഡയറക്ടറുടെ ലെറ്റർ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെരിഫൈ ചെയ്തിട്ട് മെമ്പർഷിപ്പ് കൊടുക്കില്ല. അതിന്റെ ഒരു നിശ്ചിത തുകയുണ്ട്. അതിന്റെ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് ഒരു നിശ്ചിത തുകയുണ്ട്. അത് നിങ്ങൾ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫെഫ്ക മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മലയാള സിനിമയിലെ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയുടെ കീഴിലുള്ള ഡബിങ് ആർട്ടിസ്റ്റ് അസോസിയേഷനിൽ ഒരു മെമ്പറായി മാറും. ഈ മെമ്പറായി മാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മെമ്പേഴ്സിൽ നിന്നാണ് ഈ സിനിമകളിലേക്ക് പലതരത്തിലുള്ള വേഷങ്ങൾ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ വിളിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ കേട്ട് കാണും ക്രൗഡ് ഡബിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് കേട്ട് കാണാം. പല ആളുകൾക്കും ക്രൗഡ് ഡബിങ്ങിനെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ക്രൗഡ് ഡബിങ്ങിന്റെ ഒരു ചെറിയൊരു ബ്രീഫ് കൊടുക്കുക? കാരണം വെച്ചാൽ അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ചിലപ്പോൾ ക്രൗഡ് ഡബിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഒരു സിനിമയ്ക്ക് ക്രൗഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ഒരുപാട് ആൾക്കാരും ബഹളങ്ങളും ഉള്ള ഒരുപാട് ഏരിയ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ട് ഒരു സിനിമയിൽ അവിടേക്ക് നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമുക്ക് വേണം. അവർ അങ്ങനത്തെ ആർട്ടിസ്റ്റുകളെ വിളിച്ച് അത് ആ സിറ്റുവേഷൻ അനുസരിച്ച്, ഒരു സിനിമയ്ക്ക് പലവിധ സിറ്റുവേഷൻസ് ഉണ്ടാവും. ആദ്യത്തെ ഒന്ന് മരിച്ചു വീടാണെങ്കിൽ മറ്റൊന്ന് കബഡികളിയുടെ സീനായിരിക്കും അടുത്തൊരു സീൻ വരുന്നത്, പിന്നീട് വരുന്നത് വള്ളംകളിയുടെ ആയിരിക്കാം, പിന്നെ ഫുട്ബോളിൻ്റെ ആയിരിക്കാം, കളരിയുടെ ആയിരിക്കാം, ഒരു സിനിമ തിയേറ്റർ ആവാം. അങ്ങനെ പലതരം മേഖലയിലൂടെയാണ് ഈ ക്രൗഡ് കടന്നു പോകുന്നത്. ഈ ക്രൗഡ് ചെയ്യുമ്പോൾ പുതിയ പുതിയ ആൾക്കാരെ സംബന്ധിച്ച് എങ്ങനെയാണ് കൂട്ടത്തിൽ നിൽക്കുക, ആ ചമ്മലും മാറി മടി മാറി അവർ സ്വയം ഒരുപാട് ഡയലോഗ്സ് അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പെരുമാറി ആ ഒരു മനസ്സിൽ അവനവൻ ഓരോ ഡയലോഗ് കണ്ടെത്തിയിട്ടാണ് ഇത് ഈ ക്രൗഡ് മുന്നോട്ട് കൊണ്ടുപോകുക. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ വരും. അതെങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ രീതിയിലേക്ക് ഒരു പുതിയ ഡബിങ് ആർട്ടിസ്റ്റ് ഫീൽഡിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന ഫെഫ്ക മെമ്പർഷിപ്പ് എടുത്ത് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് മാറുന്നു. ക്രൗഡ് ഡബിങ്ങിന് വേണ്ടിയിട്ട് ഇവരെ വിളിക്കുന്നു. നിശ്ചിത ഒരു തുകയുണ്ട്. ഒരു ദിവസം ക്രൗഡിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിശ്ചിത ഒരു തുക
സംഘടനയും സിനിമാ സംഘടനയും എല്ലാം കൂടി തീരുമാനിച്ചിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട്. അത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് പുതുതായിട്ട് ഡബിങ് ഫീൽഡിലേക്ക് വരുന്നവർക്ക്. ഏറ്റവും നല്ലൊരു, കാരണം ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ അവരുടെ ആ ഉള്ളിലുള്ള ആ ഒരു ടെൻഷൻ, പേടി, ചമ്മൽ ഇതെല്ലാം ഒഴിവാവാൻ. കാരണം വെച്ചാൽ അത് ബൂത്തിനകത്ത് 5 ആളോ 10 ആളോ ഇങ്ങനെ ഒത്തിരി ആളുകൾ നിന്നിട്ടാണ് ഈ ക്രൗഡ് ഡബിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവരുടെ മടിയും ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ മാറാൻ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ മറ്റൊരു വഴിയും കൂടെയാണ് മലയാള സിനിമയിലെ ഫഫ്ക ഡബിങ് യൂണിയൻ എന്ന് പറയുന്ന ആ ഡബിങ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുകയും ഇത്തരത്തിലുള്ള ക്രൗഡ് ഡബിങ്ങിലൂടെ നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റ്, കാരണം വെച്ചാൽ ഇന്ന് ക്രൗഡ് ഡബിങ്ങിലൂടെ വന്ന് ഒത്തിരി നല്ല നല്ല ഡബിങ് ആർട്ടിസ്റ്റ് ആയ ആളുകൾ ഫീൽഡിലുണ്ട്. പിന്നെ ഒത്തിരി ഇന്ന് മലയാള സിനിമ തീർച്ചയായിട്ടും ക്രൗഡ് ഡബിങ്ങിലൂടെയാണ്. ഇത് ക്രൗഡ് ഡബിങ് എന്ന് പറയുന്നത് ഒരു ചെറിയ സാധനമല്ല, അത്യാവശ്യം നമുക്ക് പേയ്മെന്റ് കിട്ടുന്ന സാധനമാണ്. അതിനകത്ത് ബിറ്റ് വോയിസ് കിട്ടും, അതിന് നമുക്ക് പേയ്മെന്റ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് മാറാം. അങ്ങനെ ഇത്തരത്തിൽ പലവിധ മേഖലയിലൂടെ നമുക്ക് ഒരു ഡബിങ് ഫീൽഡിലേക്ക് എത്താം. ഇപ്പൊ നമ്മൾ എല്ലാവിധ ഒരു മേഖലയൊക്കെ ഏകദേശം പറഞ്ഞു പോയിട്ടുണ്ട് തോന്നുന്നു. പിന്നെ മെയിൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഏത് സ്റ്റുഡിയോ എവിടെ അടുത്ത് കിട്ടുന്നു അവിടെ ചെന്നിട്ട് ആ എക്സ്പീരിയൻസ് പ്രകടമാക്കാനും നമ്മുടെ കഴിവ് പ്രകടമാക്കുകയും ആ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനുള്ള അവസരം നിങ്ങൾ സ്വയം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഈ ഫീൽഡിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഡബിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് എവിടെ സ്റ്റുഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോകണം, ഞാൻ കോഴിക്കോടാണ്, അപ്പം ഞാൻ എവിടെ പോകണം, ഞാൻ തൃശ്ശൂരാണ്, ഞാൻ എവിടെ പോകണം, ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് അകത്ത് കൊടുക്കാം. അതും കൂടെ പറയാം, ഞങ്ങളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് ഷൊർണൂർ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്റ്റുഡിയോ, ഷൊർണൂരിലാണ് സോപാന ഡിജിറ്റൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്റ്റുഡിയോ ഒക്കെ അകത്തിരുന്നിട്ടാണ് ഞങ്ങൾ ഡബ് ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളെ പരിചയപ്പെടുത്താം, ഞങ്ങളും ഡബിങ് ആർട്ടിസ്റ്റുകളാണ്. ഇതേപോലെ ഡബിങ് ഫീൽഡിലേക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. ഇതേപോലെ പല സ്റ്റുഡിയോസിലും കയറി ഇറങ്ങി ചാൻസസ് ചോദിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് വന്നത്. അതുകൊണ്ട് ഞങ്ങളെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, അല്ലാണ്ട് മറ്റൊരാൾ പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ നല്ലൊരു അവസരം തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് അറിയാം ഒത്തിരി ഇത് എങ്ങനെയാണ് ഇതിന്റെ വിഷമം എന്താണെന്നുള്ളത് സത്യത്തിൽ അനുഭവിച്ച ആളുകളാണ്. കാരണം എന്ന് വെച്ചാൽ പല സ്റ്റുഡിയോസിലും പിന്നെ ഞങ്ങൾ അന്ന് ചെല്ലുമ്പോഴത്തേക്കാൾ കൂടുതൽ സാധ്യതകൾ ഇപ്പോൾ ഉണ്ട്. മലയാള സിനിമയേക്കാൾ അപ്പുറത്തേക്ക് ചാൻസസ് ഇപ്പോൾ ഒരുപാട് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി മൊഴിമാറ്റ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വെബ് സീരീസ് വന്നുകൊണ്ടിരിക്കുന്നു, യൂട്യൂബ് ചാനൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചാൻസസും ഇന്ന് കൂടുതലാണ്. ചാൻസസ് കൂടുതലാണെന്ന് വിചാരിച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പണിയല്ല. ഇതിൽ നമുക്ക് ഡബിങ്ങിനോടുള്ള പാഷൻ വേണം, ഡബിങ്ങിന് ഒരു കഴിവ് വേണം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം എന്ന് വെച്ചാൽ പണ്ടാരോ പറഞ്ഞ പോലെ എനിക്ക് ഇന്ന് വേറെ പരിപാടി ഒന്നുമില്ല, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചതുപോലെ പറ്റുന്നൊരു പരിപാടിയല്ല ഇത്. കാരണം വെച്ചാൽ ഇതിനോട് അടങ്ങാത്തൊരു പാഷൻ വേണം. പിന്നെ ഇതിന് നമുക്ക് ലൈഫ്, അതായത് നമ്മൾ ജന്മന കിട്ടിയ ഒരു സാധനം എന്നൊക്കെ പറയില്ലേ, ഇതിന്റെ ഒരു പ്രധാന ഘടകം. ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ വന്നിട്ട് ഒന്നും ആവാതെ നമ്മളിങ്ങനെ നിൽക്കും എന്നുള്ളതല്ലാതെ നമുക്ക് വല്ല ബിറ്റ് വോയിസ് ഒത്തിരി ആളുകൾ ഇപ്പൊ തന്നെ ഒരു പക്ഷേ ഇപ്പൊ ഫീൽഡിൽ തന്നെ ചോദിക്കും, ഞങ്ങൾക്കേ വർക്കില്ല, പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോന്റെ ആവശ്യം എന്താന്നുള്ളത് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇനിയും പുതിയ ആളുകൾ വരണം. പക്ഷെ വേണം, പുതിയ ആളുകൾ വരണം. പിന്നെ നമുക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ല ഞങ്ങൾ ചിന്തിക്കുന്നത്. ഞങ്ങൾ വരുമ്പോഴും ഇവിടെ ഫീൽഡിൽ ആളുകൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ വന്നു, ഇനിയും പുതിയ ആളുകൾ വരണം. അങ്ങനെ ഫീൽഡിലേക്ക് പിന്നെ ഇപ്പോഴും പുതിയ വോയിസ്, ഇപ്പൊ നമ്മളും ഇപ്പൊ ഇവിടെ പുതിയ വോയിസിന് വേണ്ടിയിട്ട് നമ്മളും കാത്തിരിക്കുന്നു. അങ്ങനെ എല്ലാ സ്റ്റുഡിയോസിലും പുതിയ വോയിസസിന് സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കൺക്ലൂഡ് ചെയ്താൽ അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ഇനി ഡബിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് നമ്മൾ തരാം. ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമുക്ക് ഡബിങ്ങുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. പക്ഷേ ഡബിങ്ങുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ നമുക്ക് അവസാനിക്കുന്നില്ല. ഇതിന്റെ ഒരു ചെറിയ ടോപ്പിക് മാത്രമാണ്. ഇനിയും നമുക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്. കാരണം ഞങ്ങൾ സ്റ്റുഡിയോസിൽ പല സ്റ്റുഡിയോസിലും പോയ അനുഭവങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട്. മറ്റൊരു അവസരത്തിൽ നമുക്ക് ഇത് നിങ്ങൾ പുതിയ ആളുകൾ, ഇത് പുതിയ ആളുകൾക്ക്, ഇത് ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുതിയ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഒത്തിരി പേര് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വിളിക്കുന്ന ആളുകളുടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പല ആളുകൾക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ 100 ആൾ വിളിക്കുമ്പോൾ നമുക്ക് അതിൽ ഒരു 10 ആളൊക്കെയാണ് നമുക്ക് എന്താണ് കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. എനിക്ക് ഇതിനോടുള്ള ഒരു കഴിവുണ്ടെന്നും എനിക്ക് ഇതിനോടൊരു പാഷൻ ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
അപ്പോ മറ്റൊരു പിന്നെ അതിന്റെ കൂടെ പറയാം, ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ കാര്യം കൂടെ പറഞ്ഞേക്ക്. എന്താണ്? അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വോയിസ് ഓഫ് ഷൊർണൂർ ജംഗ്ഷൻ. അതെ, വോയിസ് ഓഫ് ഷൊർണൂർ ജംഗ്ഷൻ ആണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. ഓക്കെ. അപ്പോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ ലൈക്ക് ചെയ്യണം. പിന്നെ കമന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ആവട്ടെ. നമുക്കത് ഇനിയിപ്പോ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് അല്ലെ, നമ്മളെല്ലാം തികഞ്ഞ ആളുകളൊന്നും നമ്മളിപ്പോ ഡബിംഗ് ഫീൽഡിൽ വന്നിട്ട് തീർച്ചയായിട്ടും ഡബിംഗ് ഫീൽഡിൽ നമ്മളെക്കാൾ ടോപ്പിൽ നിൽക്കുന്ന ഒത്തിരി ആളുകൾ ചിലപ്പോൾ ഇത് കാണുന്നുണ്ട്. അവർക്കൊക്കെ ഇത് എന്താണ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്താന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മള് സാധാരണ പറഞ്ഞു, പക്ഷെ നമ്മള് രണ്ടുപേരും പരസ്പരം നമ്മൾ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ സിനിമ ഫീൽഡിലേക്കൊക്കെ നമ്മൾ എത്തപ്പെടുക, എങ്ങനെയാണ് നമ്മള് മോഹൻലാലിനെ കാണുക, മമ്മൂട്ടി, അതൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും അങ്ങനെയൊക്കെ പകച്ചു നിന്നിരുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും അത് അങ്ങനെ പകച്ചു നിൽക്കുന്നത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പകച്ചു നിന്നിരുന്നത് പോലെ ഇന്ന് പുറത്ത് ഒരുപാട് പേര് പകച്ചു നിൽക്കണം. നിങ്ങൾ പകക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്കും അവിടേക്ക് എത്തപ്പെടാൻ കഴിയും. ഞങ്ങളും ഈ ഒരു സിനിമ ഞങ്ങളുടെ ബന്ധുക്കളോ ആരും ഈ ഫ്രണ്ട്സോ ആരും ഈ ഫീൽഡിൽ ഇല്ലാതെ ഇരുന്നിട്ടാണ് ഞങ്ങളും. അതെ, നമുക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു മേഖലയായിരുന്നു ഈ ഡബിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങളൊക്കെ എത്തി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും ഇതിലൊക്കെ എത്താൻ പറ്റും. അത് പക്ഷെ നിങ്ങൾക്കൊരു മനസ്സ് വേണം. നിങ്ങൾ നല്ലൊരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പറ്റും. ക്ഷമാശീലം കൂടി. അതെ, തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക അല്ലേ. അപ്പൊ എല്ലാവർക്കും അത് വിലപ്പെട്ട അഭിപ്രായങ്ങൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. നമസ്കാരം.